പന്തളം നഗരസഭ BJP നിലനിർത്തി. അച്ഛൻ കുഞ്ഞ് ജോൺ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടഞ്ഞു നിൽക്കുന്ന 3 BJP കൗൺസിലർമാരും അച്ഛൻ കുഞ്ഞ് ജോണിന് വോട്ട് ചെയ്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, പന്തളം നഗരസഭ BJPക്ക് നിലനിർത്താനായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യപ്പെട്ടത്? BJP അംഗങ്ങളായ KV പ്രഭ, അതുകൂടാതെ കോമളവല്ലി, കിഷോർ കുമാർ, ഈ 3 പേരായിരുന്നു വിമത കൗൺസിലേഴ്സായി ഇടഞ്ഞു നിന്നിരുന്നത്. ഇവരെ എന്തായാലും BJP കഴിഞ്ഞ ദിവസം അനുനയിപ്പിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, അദ്ദേഹത്തിനായിരുന്നു പന്തളം നഗരസഭയുടെ ചുമതല. അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഇത്ര ദിവസമായി. എന്തായാലും അവരെ പൂർണ്ണമായി അനുനയിപ്പിച്ച് ഇന്ന് ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ ഒക്കെ കണക്കെ ഒരു വലിയ വാനിലാണ് ഇങ്ങോട്ട്, ടെമ്പോ ട്രാവലറിലാണ് അവരെ ഇങ്ങോട്ട് കൗൺസിലേഴ്സിനെ മുഴുവൻ എത്തിച്ചത്. ഇത് BJPക്ക് ഒരു നേട്ടമായത് ഏറ്റവും എടുത്തു പറയാനുള്ളത് അവർക്ക് ഒരു അംഗത്തിന്റെ പിന്തുണ കൂടി എന്നതാണ്. ആ പിന്തുണ ലഭിച്ചത് സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താന്റേതാണ്. അദ്ദേഹം കൂടി ഇത്തവണ BJP ചെയർമാനായി മത്സരിപ്പിച്ച അച്ഛൻ കുഞ്ഞ് ജോണിനെ പിന്തുണച്ചു. മുതിർന്ന കൗൺസിലറാണ് അച്ഛൻ കുഞ്ഞ് ജോൺ. CPM നിന്ന് മത്സരിച്ചത് ലസിത ടീച്ചറാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒക്കെ ജില്ലാ സെക്രട്ടറിയാണ് അവരാണ് മത്സരിച്ചത്. അവർക്ക് LDFിലെ CPയുടെ ഒരു വോട്ട് ഉൾപ്പെടെ 9 വോട്ട് നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ. UDF അംഗങ്ങൾ ചെറിയൊരു ഭിന്നത ഉടലെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് അംഗം KR രവി ഈ യോഗത്തിൽ പങ്കെടുത്തു. അവർക്ക് പങ്കെടുക്കരുതെന്നായിരുന്നു UDFിൽ ഒരു പൊതുധാരണയുണ്ടായിരുന്നത്. വിപ്പ് നൽകിയെന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. എന്തായാലും കോൺഗ്രസ് 4 അംഗങ്ങൾ പങ്കെടുത്തില്ല, അവർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. എന്തായാലും BJPക്ക് നേട്ടമാണ്. പന്തളം നഗരസഭയിൽ ഇനിയുള്ള മാസങ്ങൾ, അല്ലെങ്കിൽ ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ. അച്ഛൻ കുഞ്ഞ് ജോൺ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവിശ്വാസ പ്രമേയത്തിലൂടെ സുശീല സന്തോഷിനെ പുറത്താക്കിയതിനു ശേഷം BJPക്ക് ഭരണം നഷ്ടപ്പെടുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതെന്തായാലും BJP നേതൃത്വം വളരെ കൃത്യമായി തന്നെ ഇടപെട്ട് വിമതരെ അനുനയിപ്പിച്ച് പരിഹരിച്ചിരിക്കുന്നു. ഗോപി. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ.